നിൽക്കവേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നും രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ.
ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ വിശുദ്ധാന്തിയോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസാൽ ഞങ്ങൾ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെ പ്രവാചകന്മാരുടെ ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്: ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങൾ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നാം മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയോ സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാവിന്റെ വിശുദ്ധ വഴികളിൽ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറയുവേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് അല്പമായി പാവനം വായിച്ചിരിക്കുന്ന ഏറ്റു പറയുന്നു. ഞങ്ങൾ പ്രകാശത്തില്ല ഇരുട്ടത്തിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ ഭർത്താവ് വായിച്ചിരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടുവന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ഞങ്ങളോട് ക്ഷമിക്കണമേ. നിരക്ഷിതാത്മാവനായി ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങൾ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവർ ദൈവം ക്ഷമിപ്പാൻ പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തെ മഹത്വത്തിനായി ജീവിതത്തിനെ സഹിപ്പാൻ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശുപാൻ ലോകത്തിൽ വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാവം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തുവിന്റെ കാലത്ത് നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യാവിശ്വാസത്തോടും തങ്ങളിലേക്ക് നിങ്ങളുടെ സഹോദരൻ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാർണിയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുമുള്ള നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയെ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ. കൃപാലുവായ ദൈവമേ, അങ്ങയുടെ സ്വരൂപവും സാദൃശ്യം പ്രതിഫലിപ്പിക്കുവാൻ അവിടെ ഞങ്ങളെ വിശുദ്ധജനമായി തിരഞ്ഞെടുത്തതിനായി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും അങ്ങയുടെ വിശുദ്ധി പിന്തുടരേണ്ടതിന് അങ്ങയുടെ വിശുദ്ധ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഇന്ന് നെയ്ക്ക് അവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തുവിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം. ഫസ്റ്റ് ലെസൺ. Today's first lesson is taken from Deuteronomy chapter 7, 1 to 11. Today's first chapter is taken from Deuteronomy chapter 7, 1 to 11. When the Lord you bring and you unto the land and bring to the coast and the rise out to the before of the many nations, and the Hittites and the Israelites and Amorites and Canaanites and the Hittites and Hittites and the 7 nations and large and the strong, then you. And when the Lord and your God had delivered them over you and you had defeated them, then you must destroy them totally, and make no treaty with them and show them no mercy. Do not intermarry with them, and do not give your daughter to their son, or their daughter for your son. For they will turn your sons away from the following me and to serve other gods, and the Lord anger and burn against you and will quickly destroy you. And this is what you are to do them, and break down their altar, smash and scale the stones, and cut out from their ashes and poles, and burn their idols in the fire. And for you are the holy to the Lord and your God. The Lord your God has chosen you out of all the people on the face of the earth, and to his people, and treasure his possession. This is the Lord, and set his affections on you, and who has chosen you, because you were no more numerous than other people,
and you were the fewest of all the people. But it was the Lord that will not you and keep the oath, and so your forefather, when he brought you out from the mighty and redeemed you, the land of slavery, and from the power of the Pharaoh and the king of Egypt. Now, therefore, that the Lord your God is gone and is faithful, and God is keeping the covenant of love of 1,000 generations of those who love him and keep him the command, but those who hate him he will repay to their face by destructions. He will be not slowly to repay their face from whom hates him. Therefore take care and to follow the commands and decreases and law and I give you today. Here is the first lesson. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 5-ാം സങ്കീർത്തനം, Psalms 5. ഇന്നത്തെ സങ്കീർത്തനം 5-ന്റെ 1 മുതൽ 12 വരെ വാക്യം പ്രതിവാസമായി വായിക്കുന്നതാണ്. Psalms verses 1-5. യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കില്ല, നീതികൾ പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പറയുന്നു. ഞാനോ നിന്റെ കൃപയുടെ വൃത്തത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. ഇനി അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നെ ഉല്ലസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. 2-ാം പാഠം, സെക്കൻഡ് ലെസൺ. Today's second lesson is taken from Paul the Apostle's Petition, chapter 5, verses 1-18. നീ വെളിച്ചം മറ്റൊരാളുണ്ട്, അതിനാൽ ഇന്നടുത്ത് ഉണ്ടാകുന്നുണ്ട്. ആത്മാവ് പ്രജ്ഞകളായി സങ്കീർത്തനങ്ങളാണ്, ചെറുകളായി ജീവങ്ങളാണ്. തമ്മിൽ സംസാരിച്ചും നമ്മുടെ രഹസ്യത്തെ കർത്താവിനെ പാടുകയും കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും സ്തോത്രവും ചെയ്തുകൊണ്ട് ചെയ്തുകൊള്ളും. ഇവിടെ അവസാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. John chapter 17 verses 13 to 17. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു,
എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ നവീനല്ലാത്തതുപോലെ അവർ നവീന്മാരിലായിക്കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ നവീനല്ലാത്തതുപോലെ അവർ നവീന്മാരല്ല. സത്യത്താൽ അവരെ വിശദീകരിക്കണമേ. നിന്റെ വചനം സത്യം ആകുന്നു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. കീർത്തനം 249, ഹിൻ നമ്പർ 249. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗസ്വപിതാവേ, ഞങ്ങളുടെ നാളുകൾ ഓരോ ദിനവും കടന്നു പോകുമ്പോൾ അവിടുന്ന് അത്ഭുതകരമായി അതിശയകരമായി ഈ ഉണർവിൽ സാക്ഷ്യമായി കർത്താവ് വഴി നടത്തുന്ന വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നതിനെ ഞങ്ങളിപ്പോൾ ചേർന്ന് പാടിയതുപോലെ അവിടെ നൽകുന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നതിനെ ഇന്ന് വിശുദ്ധ ആരാധന സംബന്ധിക്കുന്ന അവിടുത്തെ എല്ലാ പ്രിയമക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളെ ധന്യമാക്കണമേ. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന ഇവരെയും സർവശക്തനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, കോവിഡ്-19 ശേഷം ഒമിക്രോണിൻ്റെ വരവുകൊണ്ട് പല ദേവാലയങ്ങളിലും ആരാധനകൾ മുടക്കപ്പെട്ടതായ സാഹചര്യമാണ്. എന്നാൽ ജീവനുള്ള ദേശത്ത് സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ നൽകുന്ന നല്ല അവസരങ്ങൾക്കും മുഖാന്തരങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. CSI അൽമനാക്ക് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ളതായ ചിന്താവിഷയം ബി ഹോളി, വിശുദ്ധരാകുവിൻ എന്നുള്ളതാണ്. ഇന്ന് വായിച്ചതായ വേദഭാഗങ്ങളൊക്കെയും വിശുദ്ധിയുടെ ചില സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ വിശുദ്ധ വചനവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്ന് അരുളി ചെയ്യുന്നു. വിശുദ്ധി, ഹോളിയിലെ ഹോളിനെസ് എന്ന പദം ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെ നിർമ്മല അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീക്കിൽ ഇത് ഹാദ്രോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം പ്യുവർ ആൻഡ് ക്ലീൻ എന്നൊക്കെയും തർജ്ജിമ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മലയാളം ഭാഷയിലേക്ക് വരുമ്പോൾ നിങ്ങൾ വെടിപ്പുള്ളവരാകുക, ശുദ്ധിയുള്ളവരാകുക, ശുഭ്രം എന്നീ പദങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഹൃദയവിശുദ്ധിയുള്ളവരായി, നല്ല മനസ്സാക്ഷിയുള്ളവരായി ജീവിപ്പാൻ സാധിക്കുക. ഇതുകൊണ്ടാണ് വിശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ BC 7-ാം നൂറ്റാണ്ടിലെ ഒരു പ്രമാണമാണ് ലോ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ പ്രമാണം. അത് എഴുതപ്പെട്ടിരിക്കുന്നതും ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. ഇന്ന് വായിച്ചതായ ആവർത്തന പുസ്തകത്തിലും അപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞാൽ എപ്രകാരം ജീവിക്കണമെന്നുള്ളതായ ചിന്തയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ആയിരിക്കുന്ന ദേശത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിശുദ്ധിയോട് ജീവിപ്പാൻ സാധിക്കണമെന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. പൗരോഹിത്യ ഭരണകാലത്തുള്ളതാണ് ലോ ഓഫ് ഹോളിനെസ് എന്നുള്ളതായ ചിന്ത. അവിടെ പറഞ്ഞിരിക്കുന്നത് പുറമേയുള്ള വിശുദ്ധിയല്ല, ആന്തരികമായിട്ടുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബാഹ്യ ആന്തരികമായ വിശുദ്ധിയും, അതിനൊരു കൾച്ചറുണ്ട്, അത് വാല്യൂസുണ്ട്. ഈ കൾച്ചറും വാല്യൂസും ചേർന്ന് പോകുമ്പോഴാണ് ലോ ഓഫ് ഹോളിനെസ് സാധ്യമായി തീരുന്നത്. നാം ആയിരിക്കുന്ന ദേശത്തോടുള്ള ബന്ധത്തിൽ, നാം ആയിരിക്കുന്ന സഭയുള്ള ബന്ധത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അവിടെ വിശുദ്ധിയുടെ പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ സാധിക്കണം. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് വായിച്ച സുവിശേഷ വേദഭാഗം 17-ാം അധ്യായം. നമുക്കറിയാം, മഹാപുരോഹിത പ്രാർത്ഥനയാണ്. യേശു കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ക്രിസ്തു അവരിൽ, ശിഷ്യന്മാരിൽ തേജസ്കരിക്കപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അവർ, അതായത് ശിഷ്യന്മാർ, അവനിൽ, ക്രിസ്തുവിൽ ഒന്നാകണമെന്നും അവരുടെ സന്തോഷം പൂർണ്ണമാകണമെന്നും അതിനുപരി അവരെ പയക്കുന്ന ലോകത്ത് തിന്മയിൽ സൂക്ഷിക്കണമെന്നുള്ളതായ പ്രാർത്ഥനയാണ്. അവനെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അയച്ചതുപോലെ അവരെ ശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയക്കണമെന്നും ഈ പ്രാർത്ഥനയിൽ കാണാം. എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇവയെല്ലാറ്റിനും വേണ്ടി ക്രിസ്തു സമർപ്പിക്കുക. എന്നെ അയച്ചതുപോലെ ഈ ലോകത്തിലെ പ്രവൃത്തിയെ തികയ്പ്പാൻ എൻ്റെ ശിഷ്യഗണങ്ങളെയും അയക്കണമെന്ന് ക്രിസ്തു പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് വിശുദ്ധി, ഹോളിനെസ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് തന്നെ കാണാൻ കഴിയും. യേശു ക്രിസ്തു വിശുദ്ധിയിൽ നിറഞ്ഞു നിന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: അവനിൽ സിൻ ഒട്ടുമില്ല, അവൻ പാവം അറിഞ്ഞിട്ടില്ല, അവൻ പാവം ചെയ്തിട്ടില്ല എന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:21 രേഖപ്പെടുത്തിയിരിക്കുന്നത്: പാവം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാവമാക്കി. യേശു ക്രിസ്തു പാവമില്ലാത്തവനായിരുന്നു. അതുപോലെ തന്നെ 1 പത്രോസ് 2:22 ഇപ്രകാരമുള്ള ചിന്ത പറയുന്നുണ്ട്: അവൻ പാവം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. യേശു കർത്താവിന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. അവൻ വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിച്ചവനായിരുന്നു. 1 യോഹന്നാൻ 3:3-6 അവനിൽ പാവമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാവം ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു പാവം അറിഞ്ഞിട്ടില്ല, അവൻ പാവം ചെയ്തിട്ടില്ല, അവനിൽ പാവമില്ല. നമുക്കറിയാം, ക്രിസ്തു ജനിക്കുന്ന മുമ്പ് കന്യാമറിയത്തിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു: അവൻ ജനിക്കുമ്പോൾ യേശു എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ, അവൻ നമ്മോട് കൂടെ എന്ന് പേരിടണം. മറിയ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ഞാൻ ഒരു പുരുഷനെ അറിയായികയാൽ അത് എങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ ദൂതൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഹോളി സ്പിരിറ്റ് നിന്റെ മേൽ വരും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, ഹോളി ചൈൽഡ്, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലോകത്തിലൊരു വ്യക്തി പോന്നിട്ടുണ്ടെങ്കിൽ ഈ പദം കൊടുക്കുവാൻ അർഹതയുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന് മാത്രമായിട്ടാണ്, ഹോളി ചൈൽഡ് എന്നുള്ളതായ ചിന്ത. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ദൈവവചനം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, മറിയയുടെ ഉദയത്തിൽ ഉരുവായത് മാനുഷികമായത് ഒന്നും അവൻ കടന്നു വന്നില്ല. പിന്നെയോ പാപത്തിൻ്റെതായ ഒന്നും അവന് കടന്നു വന്നിട്ടില്ല എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജനിച്ചപ്പോൾ വിശുദ്ധ പ്രജയായി ജനിച്ചു, വിശുദ്ധനായി വളർന്നു, വിശുദ്ധനായി ജീവിച്ചു. അതാണ് ക്രിസ്തു. ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധി യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പോലെ നാമും വിശുദ്ധനായി ജീവിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറയുന്നത്. അതുകൊണ്ട് അവരെ വിശുദ്ധരാക്കുവിൻ. നമ്മൾ ചിന്തിക്കണം, നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഈ ലോകത്തിനുള്ളവരല്ല എന്നുള്ള ചിന്തയെ മനസ്സിലാക്കേണ്ടത്. വി ആർ ഇൻ ദിസ് വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടുകൾ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ സാഹചര്യവശാൽ തെറ്റുകളിലേക്ക് പോകുന്ന ചുറ്റുപാടുകളാണ്. അവിടെ ഒരു ചിന്തൻ പറഞ്ഞിരുന്നു, ബോട്ട് എത്ര നാൾ വെള്ളത്തിൽ കിടന്നാലും വെള്ളത്തിൽ മുങ്ങുകയില്ല. എന്നാൽ വെള്ളം ബോട്ടിനുള്ളിൽ കിടന്നാൽ അത് മുങ്ങിപ്പോകും, യാത്ര അവസാനിക്കുക എന്നൊരു ചിന്തയില്ല. വിശുദ്ധ ജീവൻ നയിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുകയാണെങ്കിൽ യാതൊരു പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. നേരെ മറിച്ച് ഒരു അശുദ്ധിയുടെ അനുഭവത്തിലാണെങ്കിൽ അവിടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നുള്ള ചിന്തയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ അഭിമുഖീകരിക്കാൻ പോകുന്ന 2 പ്രശ്നങ്ങളെപ്പറ്റി യേശു കർത്താവ് ഈ സുവിശേഷ വേദഭാഗത്ത് പറയുന്നുണ്ട്. ഒന്ന് ലോകത്തിൻ്റെ എതിർപ്പ്, മറ്റൊന്ന് ദുഷ്ടന്റെ ശക്തി. എല്ലാ മനുഷ്യരും ഈ ലോക ജീവിതത്തിൽ നല്ലവരായി ജീവിക്കണമെന്നുള്ള ചിന്തയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഈ ലോകത്തിൻ്റെ എതിർപ്പ്, ദുഷ്ടന്റെ ശക്തി
ഈവിൾ സ്പിരിറ്റ് എപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിനു വേണ്ടിയല്ല ക്രിസ്തു അപേക്ഷിക്കുന്നത്. ലോകം തിന്മയ്ക്ക് വിധേയമാണ്, എന്നാൽ അതിനെ വീണ്ടെടുക്കാനുള്ളതാണ്. ദൈവം ക്രിസ്തുവിലൂടെയാണ് ഈ വീണ്ടെടുപ്പ് സാധ്യമാക്കിയത്. ലോകത്തിന്റെ വീണ്ടെടുപ്പ് ശിഷ്യന്മാരിലൂടെയാണ് നടക്കേണ്ടത്. അതുകൊണ്ടാണ് ലോകത്തിന് വേണ്ടിയില്ല, ശിഷ്യന്മാർക്ക് വേണ്ടി എന്ന് പറയുന്നത്. പത്രോസിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, സാത്താൻ നിങ്ങളെ കാറ്റ് പതിർപ്പാറ്റുന്ന പോലെ ഈ ലോകത്തിന് മാറ്റേണ്ടതാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഈ ലോക ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളെ സാത്താൻ എടുത്ത് ഉപയോഗിക്കാം. അതുകൊണ്ട് ഈ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ദുഷ്ടന്റെ ആക്രമണത്തിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടണം. രണ്ട്, സത്യത്താൽ ശിഷ്യന്മാർ വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുക. വിശുദ്ധിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. കർത്താവിന്റെ പ്രാർത്ഥന വളരെ ശക്തമായിട്ട് മഹാപുരോഹിത പ്രാർത്ഥന പറയുക, അവരെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ശുദ്ധീകരിക്കണം? ലോകം പാവത്തിൽ വസിക്കുന്നു, ലോകത്തിൽ നിലനിൽക്കുന്നതിനാൽ ലോകത്തിൽ വസിക്കുന്ന ശിഷ്യന്മാർക്ക് ശുദ്ധീകരണം അനിവാര്യമാണ്. നാം ആയിരിക്കുന്ന കുടുംബജീവിതത്തിൽ, നാം ആയിരിക്കുന്ന സഭാജീവിതത്തിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ഈ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയെ പറഞ്ഞത്. അതുകൊണ്ടാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമാ ലേഖനത്തിൽ പറയുന്നത്, ഈ ലോകത്തിൽ അനുരൂപമാകാതെയുള്ള ഒരു യാത്രയാണ് വിശുദ്ധ ജീവിതം, ഹോളി ലൈഫ് എന്ന് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയമാണ്. നമുക്കറിയാലോ, ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ നമ്മോടൊപ്പം ആയിരുന്ന പ്രിയപ്പെട്ടവരൊക്കെയും കടന്നു പോകുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകിയിരിക്കുക. 2021 പോയി 2022 പ്രവേശിച്ചിരിക്കുക. ദൈവജനം വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ സാധിക്കണം. ജീവിത വിശുദ്ധി പാലിക്കുവാൻ അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നതായാണ് നമ്മൾ വായിച്ച രണ്ടാമത്തെ ലേഖന വേദഭാഗം. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, പഴയ മനുഷ്യന്റെ ജീവിതശൈലി തുടരുവാൻ പാടില്ല, അശുദ്ധമായ ജീവിത രീതി. നമുക്കറിയാം, അശുദ്ധമായ ജീവിത രീതി നിരവധിയുണ്ട്. ഒരു കാലഘട്ടത്തിൽ തെറ്റാണെന്ന് പറഞ്ഞതെല്ലാം ഇന്ന് വിശുദ്ധിയുടെ അനുഭവങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. തിയോളജിക്കലി ഒത്തിരി ഡിബേറ്റ് എന്നുള്ള കാര്യങ്ങളാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. ഇന്ന് സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയൊക്കെ മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്, അതിന് ലിമിറ്റേഷനുണ്ട്. ജഡത്തിന്റെ പ്രവർത്തികൾ ഒന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസിനെ പറഞ്ഞിട്ടുണ്ട്, അത് മദ്യപാനമാണ്. ഒരുവനെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്നതാണ് മദ്യപാനം. മത്തരാകരുത് എന്ന് പദമുണ്ട്, ഒരു ലിമിറ്റേഷൻ പറഞ്ഞിരിക്കുക. നമുക്കറിയാം, പല ടെൻഷനും മറക്കുവാൻ വേണ്ടി സാമൂഹിക ചുറ്റുപാടിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ മദ്യം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, പലതിനും മദ്യം ആദ്യം ശരണമാണ്, പിന്നെ അത് മരണമാണ്. പലതരത്തിലാണ് നമ്മുടെ ജീവിതത്തെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി ചിരുവിൻ. ഹോളി സ്പിരിറ്റിലേക്ക് കടന്നു വരിക. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതമാണ് എല്ലാത്തിനും പ്രതിവിധിയായിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയുമ്പോൾ ഇതിൽ നല്ല മോചനം പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലും നടത്തിപ്പിലും ആയിത്തീരുന്ന അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. അത് നിരന്തരമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ല ഒന്നാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ആത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും. ഈ ലോക ജീവിതത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസി സംബന്ധിച്ച് ഈ ലോകത്തിന്റെ അശുദ്ധിയുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ കടന്നു വരുമ്പോൾ
ആ ഒരു സാഹചര്യത്തിൽ ഹോളി സ്പിരിറ്റിലായി തീരുക, നമുക്കറിയുന്ന അനേകരും യൂണിവേഴ്സൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നിരന്തരമായി നമ്മെ വഴി നടത്തുന്ന ഒരു ശക്തിയുണ്ട്, യൂണിവേഴ്സൽ ഹോളി സ്പിരിറ്റ്. ഇന്ന് എല്ലാ മതങ്ങളിലേക്ക് ഈ ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യം കടന്നുവന്നിരിക്കുക. ഈ ശക്തിയാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, ഈ ശക്തിയാണ് നമ്മെ ഭരിക്കുന്നത്. ആ ശക്തിയിലേക്ക് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അശുദ്ധിയുടെ അനുഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ സങ്കീർത്തനങ്ങളും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നമുക്ക് തമ്മിൽ സംസാരിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ സാധിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം പിതാവുമായവന് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയാണ്. നമ്മൾ ചിന്തിക്കണം, ഇന്ന് ലോ ഓഫ് അട്രാക്ഷനൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യത്താൽ നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പലപ്പോഴും ലോക മനുഷ്യരിൽ ആശ്രയിക്കുന്ന മനുഷ്യർ പരാജിതനായി തീരുമ്പോൾ, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന് അവിടെ വിജയം കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. കീഴ്പ്പെട്ടിരിക്കുക എന്നതിൻ്റെ ഗ്രീക്ക് പദം കുപ്പഡാസോന എന്ന് വെച്ചാൽ വിധേയപ്പെട്ടിരിക്കുക. ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കുക, ഭർത്താവ് ഭാര്യയ്ക്ക് വിധേയപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ ഭവനങ്ങളിൽ കുട്ടികളുണ്ടെങ്കിൽ പേരൻസ് പറയുന്നത് കേട്ട് വിധേയപ്പെട്ടിരിക്കാൻ സാധിക്കണം. പരസ്പരം ഭരിക്കപ്പെടുന്നതായ സാഹചര്യമല്ല. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ നമ്മെ കാണുന്ന, കേൾക്കുന്ന, വഴി നടത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുക. ദൈവത്തെ അല്പമെങ്കിലും ശങ്കയും ഭയമുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധ ജീവിതം സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, സമകാലീന സമൂഹത്തിൽ ക്രിസ്തു ശിഷ്യർ ക്രിസ്തുവിന്റെ ജീവിത വിശുദ്ധിയുടെ മാതൃക സ്വീകരിച്ചതുപോലെ ദൈവജനത്തെ വിശുദ്ധ പാതയിൽ സഞ്ചരിക്കുന്നതിന് പ്രാപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും അശുദ്ധി കടന്നു വരാവുന്നതായ സാഹചര്യമുണ്ട്. ഈ അശുദ്ധി കടന്നു വരുന്നതായ ജീവിത സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചിന്ത ലോ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ പ്രമാണം കൈക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവനെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവും ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമോത്തും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് നിക്കിയ വിശ്വാസ പ്രമാണം ചേർന്ന് പ്രഖ്യാപിക്കാം. നിക്കിയ വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശഭൂമി കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സർവ്വശ്രേഷ്ഠനായ ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏകർത്താവായ യേശുക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകപിതാവിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ ഏകത്വമുള്ളവൻ. അവൻ അസകലം ഉണ്ടായി. അവൻ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകമറിൽ ഉദിച്ചു മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ട് അടക്കപ്പെട്ടു. തിരുവനന്തപുരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ള മനുഷ്യനെ നയിപ്പാൻ മുഖത്തോട് വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിന് പുത്രം പുറന്നവനും പിതാവിന് പുത്രം നിയമിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രായച്ചെരു കൊണ്ട് ഭവിഷ്യനും ആവശ്യതാൽമാൻ വിശ്വസിക്കുന്നു. കാതോലിക്ക അപ്പോസ്തലികമായ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. പാപത്തിൽ വ്യത്യസ്തം ഞാൻ അനുസരിക്കുന്നു. മനുഷ്യരുടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമീൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ആരാധന സംബന്ധിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവകൃപയാൽ ഇരുന്നൂർ CSI ഇടവാംഗമായിരിക്കുന്ന മിസ്റ്റർ ഷിബു ആൻഡ് ഫാമിലി ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഷിബുവും ഫാമിലിക്ക് എഴുന്നേറ്റിരിക്കാം. നമ്മുടെ ആരാധന സംബന്ധിക്കുന്നു. നമുക്ക് അവരെ വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യാം. ഒരു ക്ലാപ്പ് കൊടുത്താട്ടെ. ഓക്കെ, പ്ലീസ് ഡൺ.
നോട്ടീസ് ആഴ്ചയിലെ കാര്യങ്ങൾ അറിയിച്ചുകൊള്ളട്ടെ. നെക്സ്റ്റ് സൺഡേ 9 AM നമ്മുടെ സർവീസ് ആരംഭിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഉറപ്പിച്ചതുപോലെ നമ്മുടെ ടൈത്ത് ദശാംശം നെക്സ്റ്റ് സൺഡേയിലാണ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ദേവാലയ നിർമ്മാണത്തിൻ്റെ വലിയൊരു പങ്ക് ദശാംശത്തിലാണ് നിർവഹിക്കുന്നത്. എന്നാൽ ഈ നാളുകളിൽ കോവിഡിൻ്റെ കാര്യം പറഞ്ഞ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരും ദശാംശം ടൈറ്റ്സ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ മുഖാന്തരങ്ങളാണ്. നമ്മുടെ നിരന്തര ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണെങ്കിലും അതുകൊണ്ട് ദശാംശം സമർപ്പിക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എക്യുമെനിക്കൽ ക്രിസ്മസ് ആ ന്യൂ ഇയർ സെലിബ്രേഷൻ സെൻറ് തോമസ് മർത്തോമ ചർച്ച് ചന്ദനഗറിൽ വെച്ച് ഇന്ന് 4 PM നടത്തപ്പെടുകയാണ്. നമുക്കറിയാം കേരള എക്യുമെനിക്കിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നമ്മുടെ കൊയർ പാടുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കൊയർ ഇന്ന് സംബന്ധിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ പ്രോഗ്രാമിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പോയി സംബന്ധിക്കുക. നമുക്കറിയാം കോവിഡ് ആരംഭിച്ച ശേഷം നമ്മുടെ കൊയർലങ്ങൾ പലയിടത്തും പല ഇടങ്ങളിലാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാം സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പോയി സംബന്ധിക്കുക. TS സ്നാക്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ബാബു ജോൺ അങ്കിളും ഫാമിലിയാണ്. കുടുംബത്തോടായ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ചർച്ച് കൺസ്ട്രക്ഷൻ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സീലിങ്ങിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചു. ഇനി ടൈൽ വർക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ ഐസക് ജോർജ് സാറാണ് ടൈൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടൈലിലെ പണി പൂർത്തീകരിച്ചതിന് ശേഷം നമുക്കറിയാം ദൈവകൃപയാണ് നാം ആഗ്രഹിക്കുന്ന സമയത്ത് പുതിയ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് പൂർത്തീകരണം എന്നാണ്. നമുക്കറിയാം ദൈവകൃപയാൽ നമ്മുടെ 2 ബിഷപ്പുമാരുടെയും സാന്നിധ്യം ആവശ്യമാണ്. മേഡക് ഡയസിൻ്റെ ബിഷപ്പും മധ്യകേരള മഹായുടെ ബിഷപ്പും. അവർ നൽകുന്ന സമയത്താണ് നമ്മളതിൻ്റെ കുദാശ നിർവഹിച്ചതിൽ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കൊരു ദേവാലയം സ്വന്തമായിട്ടില്ല. എന്നാൽ നാം കെട്ടിപ്പടുത്തതായ ദേവാലയത്തിൽ വളരെ സന്തോഷത്തോടുകൂടി പ്രവേശിക്കാൻ സാധിക്കാം. ഹൈഡ് സിറ്റി ഭാഗത്തുള്ളവരും ചിലവരൊക്കെ പറയട്ടെ അത്ര ദൂരം ഞങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. നമ്മളൊരാവശ്യം വന്നു കഴിഞ്ഞാൽ എത്ര ദൂരമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു ഞായറാഴ്ച ദൈവത്തിന് വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു അർത്ഥം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നാം അതിനായിട്ട് തയ്യാറാകുക. ദൈവം നമുക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകി, അത് ദൈവം നൽകിയ ആയുസ്സും ആരോഗ്യം കൊണ്ട് മാത്രമാണെന്ന് ചിന്തിക്കുക. അതിനായിട്ട് ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡൊണേഷൻ ചർച്ച് ബിൽഡിംഗ് ഫണ്ട് ശ്രീനിവാസൻ രാഘവൻ കെയർ ഓഫ് ടീന നവീൻ ചെറിയാൻ 5000 രൂപ ശ്രീനിവാസ് രാഘവനോടും ടീനയോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. മിസ്സസ് ആൻഡ് മിസ്റ്റർ ജേക്കബ് ചെറിയാൻ കെയർ ഓഫ് കോശിപ്പി തോമസ് 25,000. സ്നേഹമുള്ള ജ്യോതിയുടെ പേരൻസാണ് ഈ 25,000 നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ നാളുകളിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന നിരവധി ജീവിതങ്ങളാണ്. ഇതിനോടകം കോശിയാണ്ട് 11,94,000 രൂപയാണ് ഈ ദേവാലയത്തിന് വേണ്ടി സമാഹരിച്ചിട്ടുണ്ട്. നമുക്കറിയാം കൂപ്പണിൻ്റെ കാര്യത്തിന് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് കോശിയോടൊപ്പം ചെയ്തത് ജ്യോതിയാണ്. 18,84,000 രൂപ അല്ലേ കൂപ്പണിൽ ലഭിച്ചു. നമ്മളത് ചിന്തിക്കണം. എന്നാൽ ഇതിൽ സഹകരിക്കാത്ത പ്രിയപ്പെട്ടവർ ഇപ്പോഴും ഉണ്ട്. നാളെ നമ്മൾ ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്നോട് ഒരാൾ പറഞ്ഞു അച്ഛനില്ലാത്ത ദിവസം നോട്ടീസൊക്കെ ചുരുക്കമുള്ളതെന്ന് പറഞ്ഞു. ഇത് പറയാൻ കടപ്പെട്ട ഒരാൾ ഞാൻ തന്നെയാണ്. എനിക്കറിയാം, എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് എനിക്കറിയാം. ഈ ദേവാലയത്തിൽ 2 ആഴ്ച ആരാനെടുത്താൽ ദൈവകൃപയാൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളെയാണ്. അനേക വർഷങ്ങൾ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ വളരെ അഭിമാനത്തോടെയാണ് എന്ന്
ഇന്നൊരു പിൽഗ്രീം സെന്റർ പോലെ ആയി തീർന്നേക്കും അവിടെ. എത്ര പേര് അവിടെ പോയി കാണുന്നു? എത്ര പേരിപ്പം മെമ്പർഷിപ്പ് അവിടെ ചോദിച്ചിട്ടുണ്ട്? തമിഴരായിട്ടുള്ള വിശ്വാസികൾ. അതുകൊണ്ട് ഇതൊരു അനുഗ്രഹമായി കാണാൻ സാധിക്കണം. നമ്മുടെ പണം കയ്യിൽ വരാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയല്ല. ചിലർ നൽകട്ടെ എന്ന് പറയുന്നത് ശരിയായ പ്രവണതയല്ല. ഞാൻ ആദ്യ കാലം തൊട്ട് ഇതുവരെ ആലോചിക്കുക, ഒരു 2.5 കോടിയോളം ഈ കാലഘട്ടത്തിൽ, ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ സമാഹരിച്ചു. ഞാൻ വിസ്മരിക്കുന്നില്ല. ഇത് പ്രാരംഭ കാലഘട്ടത്തിൽ ഒത്തിരി ക്രൈസിസ് ഉണ്ടായിരുന്നു. ശ്രീ വാപ്പി ജോണങ്ങളുടെ ഇപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ക്രൈസിന് മധ്യയാണ് നമ്മൾ ഓടി ഇതെല്ലാം. അപ്പോൾ വന്നു പോയ വഴി മറന്നു പോകരുത്. ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എന്നെ സംബന്ധിച്ച് 4ാമത്തെ പ്രോജക്റ്റ് ആണെങ്കിലും ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എനിക്കറിയാം. പക്ഷെ നമ്മൾ മറക്കരുത്. ദൈവകൃപയാൽ ഒരു ദേവാലയം നൽകുമ്പോൾ ഇനി സഹകരിക്കാനുള്ളതായി മനസ്സ് കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഞാൻ പറയുന്നത് ഇപ്പം ജോലിയിൽ കൂടെ 25,000 കിട്ടി, അത് വലിയ അനുഗ്രഹം തന്നെയാണ്. അതുപോലെ ആശിഷ് പി ജോസഫ് 50,000 രൂപ. നമുക്കറിയാം ആശിഷ് ചെയ്ത പ്രോമിസിനേക്കാൾ കൂടുതൽ ആശിഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തുച്ഛമായി പ്രോമിസ് നൽകിക്കൊണ്ട് ഇപ്പോഴും മാറി നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വേണേൽ കുറച്ചുകൂടെ സഭയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് നമ്മൾ ഇതിലൊരു പ്രോജക്റ്റ് കെട്ടിപ്പടുക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക. ആശിഷ് ജോസഫിനോടുള്ള കുടുംബത്തോടുള്ള നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ആശിഷ് ജോസഫിനും പറയാം, ഞാൻ ഹൈഡ്രോസിറ്റിയിൽ എനിക്ക് ഇവിടെ വരാൻ ദൂരക്കുള്ളതെന്ന് പറയാമല്ലോ. പക്ഷെ അദ്ദേഹം അത് പറയുന്നില്ല. മനസ്സറിഞ്ഞ് നൽകുകയാണ് ചെയ്യുന്നത്. പ്രോമിസ് ചെയ്തതിനേക്കാളും കൂടുതൽ പണം. എന്നാൽ പ്രോമിസ് ഇതുവരെ തരാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അവിടെ അവരുടെ സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഡോർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ ജേക്കബ്, കേരള ജേക്കബ്മൻ, സൂസനാൻഡി എപ്പോഴും 33,000 രൂപ. ഈ ഞാൻ പറയുന്നതല്ലേ, ചെറിയ എമൗണ്ടാണ് വലിയ എമൗണ്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ടായി. കഴിഞ്ഞ ദിവസം ഒരാഴ്ച കൊണ്ട് അച്ഛനത് മാറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. നമുക്ക് ഈ പണി ചെയ്യുന്നവർക്ക് അവർ എക്സ്പെൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവകൃപയാൽ ഈ പള്ളിക്ക് ഒരു അനുഗ്രഹം ഉണ്ട് കേട്ടോ. എൻ്റെ ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഓൾട്ടറിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അതെല്ലാം ദൈവം സാധ്യമാക്കി തന്നോട്ട്. അതെൻ്റെ എക്സ്പീരിയൻസാണ്. പല സാറ്റർഡേയും വന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഒരു ആലയത്തിന് വേണ്ടി. അതുകൊണ്ട് ഈ വിശ്വാസത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോൾ ഡൊണേഷൻ ചർച്ചുള്ളി ഫണ്ട് 87,000, സൺഡേ ഓഫർട്ടി 4,100, ന്യൂ ഇയർ താങ്ക്സ് ഓഫറിംഗ് 3,350, ബർത്ത്ഡേ 3,500, കറോൾ റൗണ്ട്സ് 3,000, സബ്സ്ക്രിപ്ഷൻ 11,000, വെഡിങ് ആനിവേഴ്സറി 1,000. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചിന്ത. അപ്പോൾ നമ്മളുടെ ചുരുങ്ങിയ ഒരു എമൗണ്ടാണ് ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ലാൻഡിൽ പോയി നോക്ക്. ആ സെയിലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഭംഗിയാണ്. സ്വന്തമായിട്ടൊരു ആലയം നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ സ്വപ്നമാണ്. അവിടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേ ലിസ്റ്റ് ഞാൻ വായിക്കുന്നു. മിസ്റ്റർ മിലാൻ ടോച്ചി ജോർജ്, മിസ്റ്റർ ആഡ്ലിൻ സി കോശി, മാസ്റ്റർ ആരോൺ വർഗീസ്, മിസ് വർഷ അമ്മു വർഗീസ്, മിസ്റ്റർ ചാക്കോ ചോർ, മിസ്റ്റർ അമ്മണി ചോർ, മാസ്റ്റർ ജെയ്സൺ ചോർ ജോസഫ്, മിസ്റ്റർ തോമസ് എച്ച്, മിസ്റ്റർ ജെയ്സമ്മ ചോർ, മിസ്റ്റർ ജേക്കബ് തോമസ് ചെറിയാൻ, മിസ്റ്റർ ജേക്കബ് വി മാത്യു. വെഡിങ് ആനിവേഴ്സറി മിസ്റ്റർ ആൻഡ് മിസ്റ്റർ റൂബൻ ജേക്കബ് ഐസക്, മിസ്റ്റർ ആൻഡ് മിസ്റ്റർ ടോജി ചോർ, മിസ്റ്റർ ആൻഡ് മിസ്റ്റർ വി സി സണ്ണി, മിസ്റ്റർ ആൻഡ് മിസ്റ്റർ തോമസ് കോശി എ, മിസ്റ്റർ ആൻഡ് മിസ്റ്റർ പൗപി ജോൺ, മിസ്റ്റർ ആൻഡ് മിസ്റ്റർ തോമസ് ജോൺ. ദൈവകൃപയാൽ സ്നേഹമുള്ള കൊച്ചുമറി ആൻറ്റിയും തോമസ് അങ്കിളിലും ആരാണ് സംബന്ധിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിന് ശേഷം പ്രത്യേകിച്ച് ഇന്ന് അങ്ങളെ സംബന്ധിച്ച് 15th വെഡിങ് ആനിവേഴ്സറിയാണ്. നമ്മുടെ ഗായക സംഘത്തിൽ അങ്ങളുടെ സേവനം വിലപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചിന്ത ഈ പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച നമ്മോടൊപ്പം ആയിരിക്കുമ്പോൾ അത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കടന്നു നന്ദി സ്നേഹം അറിയിക്കട്ടെ. ആദ്യം പാട്ട് പാടുന്ന സമയത്ത് ബർത്ത്ഡേ, അതിനുശേഷം വെഡിങ് ആനിവേഴ്സറി.
ബർത്ത്ഡേക്കുള്ളവരുണ്ടെങ്കിൽ കൊണ്ടുവന്നു വരാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തര വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവന്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവം സമർപ്പിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം നൽകിയ എല്ലാ മുഖാന്തരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി കോടാനുകോടി സ്തോത്രം കരയറ്റട്ടെ. ദൈവമായ കർത്താവെ, കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും പ്രദാനം ചെയ്യണമേ. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരും ദൈവം സമർപ്പിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്തിരിക്കുന്ന മക്കൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ അളവറ്റ കരുണയും കാവലും സംരക്ഷണം കൂടിയിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഓരോ പ്രിയ മക്കളെയും സ്വർഗീയ അനുഗ്രഹത്തെ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ കരുണയും കാവലും സംരക്ഷണം നിങ്ങളോട് ജീവിതത്തോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലുമായി വാർഷികം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കട്ടെ. ദൈവമായ കർത്താവോട് സ്ഥലമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ തോമസ് ജോൺ അങ്ങളുടെ കുടുംബമായി ദൈവം സമർപ്പിക്കട്ടെ. കഴിഞ്ഞ കാലം മുതൽ സമയം വരെ അത്ഭുതകരവും അതിശയകരമായി കുമ്പിടവരപ്പോൾ സാക്ഷ്യമായി വഴിനടത്തി നൽകപ്പെട്ട ആരോഗ്യത്തിനായി നമ്മോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ.
ലാലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് അവിടെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ മഹിമുള്ള തന്നെ മാക്കണമേ. പാപിച്ചോണങ്ങളെയും ദൈവം സമർപ്പിക്കട്ടെ. നിന്റെ മക്കളെയും ധാരാളമായിട്ട് അൻപുള്ള തന്നെ മാക്കണമേ. PC സണിച്ചാനെ ദൈവങ്ങൾ സമർപ്പിക്കുന്ന കുടുംബമായിട്ട് അവിടെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. രൂപനെയും കുടുംബമായി ദൈവങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കട്ടെ. ടോച്ചിയെ കുടുംബമായി ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ മക്കൾ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായ ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി വഴിനടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. സ്വാതന്ത്ര്യനാഥനെ സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയം ജീവിപ്പാൻ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി സ്തുതിക്കുന്നു. സ്വാതന്ത്ര്യം ചെയ്യുന്നു. മക്കളെ നൽകുന്ന അവകാശവും ഉദരവിടമുണ്ടെന്ന പ്രതിഫലമാകിയാൽ സ്തുതിക്കുന്നു. സ്വാതന്ത്ര്യം ചെയ്യുന്നതിനെ ദൈവമായ കർത്താവേ, അവിടുന്നാണല്ലോ ആയുസ്സും ആരോഗ്യം നൽകുന്നത്. അങ്ങ് നൽകുന്ന ആയുസ്സും കാലം സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ ആയിരിക്കാൻ കൃപമേൽ കൃപ നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുട്ടുള്ള മടക്കിയിരിക്കുന്ന എല്ലാ പ്രിയമക്കളെ അനുഗ്രഹിച്ചാട്ടെ. എൻ്റെ ഓരോ പ്രിയമക്കളെയും സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിൽ സമാധാനം അനുഗ്രഹിക്കുവാനും നിങ്ങളും എനിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും ആത്മാവിന് സ്വന്തം ദൈവത്തെ ആരാധിപ്പാൻ ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ CSI സഭയെ, സഹോദരി സഭകളെല്ലാം ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്ന മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികൾ, എല്ലാ ബിഷപ്പുമാരെ ഒരു ശുശ്രൂഷകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മേഡക് ഡൈസിൻ്റെ ബിഷപ്പായിരിക്കുന്ന ഡോക്ടർ AC സോളംരാജ് ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബം അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മധ്യകേരള മഹായുടെ ബിഷപ്പായിരിക്കുന്ന ഡോക്ടർ മലിൽ സാബ് കുശിച്ചിരിക്കാൻ ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെ അവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും നമ്മുടെ മിഷൻ വയലുകളെയെല്ലാം ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ചർച്ച് കമ്മിറ്റിയങ്ങളിലെയും ബിൽഡിംഗ് കമ്മിറ്റിയങ്ങളിലെയും തുല്യമായ സേവനങ്ങൾക്കായി, സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ സന്ദേശം കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർക്കാം. ദൈവികമായ ജ്ഞാനത്താൽ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായക സംഘത്തെയും യുദ്ധമോനെയും മുനിസിപ്പൽ എല്ലാം ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം വഴി നടത്തിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് അനുദിനം നമ്മെ വഴി നടത്തിയ കൃപകളെ ഓർത്ത് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി പുതിയൊരു ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളെ അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അവരാഗ്രഹിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിപ്പാൻ കർത്താവ് നൽകുന്ന വൻകൃപയ്ക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സാമ്പത്തിക ആവശ്യങ്ങൾ നിരവധിയാണ്. നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം പൊന്നുതമ്പുരാന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്വയം കൺസ്ട്രക്ഷൻ ദൈവം സമർപ്പിക്കാം.
അവിടെ പ്രവർത്തിക്കുന്ന ഏവരെയും ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗികളായി നിൽക്കെതിരായി കഷ്ടതയും പ്രയാസപ്പെടുന്നാലും പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് നല്ല വിധനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതലിന് ആശ്വാസം പ്രദാനം ചെയ്ത് പ്രാർത്ഥിക്കാം. വിശേഷാൽ സോണിയാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റു പ്രയാസങ്ങളും പ്രതിസന്ധികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാം. അന്നമ്മ ജോൺ ആൻഷിയുടെ മാതാവ് സുഖമില്ലാതെ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. പൂർണ്ണമായി വിടുതലിന് ആശ്വാസം പ്രദാനം ചെയ്ത് പ്രാർത്ഥിക്കാം. മറ്റ് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കാം. നമ്മുടെ ചെറു പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബാലാരിഷ്ടയിൽ പൈശാചിക ബന്ധനത്തിൽ രോഗബന്ധത്തിൽ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ നാളിൽ വിവിധ ആവശ്യങ്ങളുടെ മധ്യയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കാം. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സമർപ്പിക്കാം. വിവാഹത്തിന് വേണ്ടി വരുന്ന പ്രിയപ്പെട്ടവരെയും തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ആ ദൈവഗണങ്ങളെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. കേരളത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹൈദരാബാദ് ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ സമർപ്പിക്കാം. കൊറോണ വൈറസ് ശേഷം ഒമിക്രോൺ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ അത്ഭുതകരമായ അതിശയകരമായി ഞങ്ങളെ വഴി നടത്തി. പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഉള്ളം തരത്തിൽ വഹിച്ചതിനായി സ്തുതിക്കുന്ന സ്വാഗതം ചെയ്യുകയും നമ്മെ തന്നെ ദൈവമേ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പുതിയ വർഷം പുതിയ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവം സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ധ്യാനം ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമെന്ന് പ്രതിവാക്യമായിട്ട് ഏറ്റുചൊല്ലാം. കർത്താവെ കരുണയുണ്ടാകണമേ. മേലുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധരുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോളർക്ക് വേണ്ടിയും ഉത്തരേന്ത്യാ സഭയുടെ മോളർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പുമാർക്ക് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോട് നല്ല മനസ്സാക്ഷിയോടുകൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധമാർക്കും വീട് അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിക്കുവാൻ നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന അവർക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് വിശ്രമിക്കുന്ന എല്ലാ ദൈവത്തന്മാരുടെ കൂടെ തന്നെ അന്തമില്ലാത്ത സന്തോഷപൂർണ്ണതയിലേക്ക് പ്രവേശിക്കാനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെ ഉറവയാകുന്ന
ദൈവമേ, ഞങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നുള്ള ഞങ്ങളുടെ അച്ഛനെ നീ അറിയുന്നു. ഞങ്ങൾ അയോഗ്യത മൂലം പല കാര്യങ്ങളിലൂടെ ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങൾ അന്നത് മൂലം പല ആവശ്യങ്ങളും നിരുമാ സമർപ്പിക്കാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങൾ ബലഹീനതയിൽ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾ തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ധ്യാനാർപ്പണത്തിനും അപ്പം ശുശ്രൂഷയ്ക്കുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരീ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭ്രത മനോഹരവുമാകുന്നു. അപ്പോൾ നാം കൊണ്ട് വലരായ നമ്മുടെ ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സ്നേഹത്തിന്റെ സമാധാനത്തിന് അടയാളമായ കൈയ്യ് സ്വീകരിക്കാം. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനം 332, നമ്പർ 332.
നമുക്ക് നമ്മുടെ ദാനങ്ങളെയും നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയത്തിന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴി പ്രദർശിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖായോഗ്യരായി ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്നെ എന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലങ്ങളും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തനായി ഞങ്ങൾ ചെയ്യേണ്ട നാമുറയുമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം തന്നെ അവനെല്ലാ മനുഷ്യരെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് മധ്യശരീരത്തിൽ മഹത്വം പ്രത്യക്ഷപ്പെടുത്തി. അതുകൊണ്ട് ദേവന്മാരോടും പ്രധാന ദേവന്മാരോടും സ്ത്രീകളെ സകല സംഘത്തോടും കൂടെ ഞങ്ങളിപ്പോൾ ഇതിനെ സ്തുതിച്ചും സന്നിഹിതമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശം ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മോഹനായ കർത്താവേ, നിനക്ക് മഹത്വം ചൊല്ലിയും നിന്റെ മഹത്വം നാമത്തെ പോഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമീൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവൻ ഒരാഴ്ച വാർത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആഗ്രഹ സ്നേഹം കൊണ്ട് നിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണവിഭാനം തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഒരുപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെ പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗം വഴിപാടും പ്രതിശാന്തി നിർവഹിക്കുകയും താൻ വീണ്ടും ഒരുവോളം തന്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ,
ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം തന്നെ ഞാൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്കൊരുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെ വിലയേറിയ മണ്ണും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗ്ഗാരോഹണവും ഓർത്തുകൊണ്ടും അവനെ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങൾ ഇത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ നിന്റെ ദാനങ്ങളായ എപ്പത്തെയും ഇങ്ങനെയും നിന്റെ വിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെയും കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അത് വിവേചിക്കപ്പെട്ട് ഞങ്ങളെല്ലാം വിശ്വാസത്തിലേക്കും പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിയാകുന്ന അവങ്കിലേക്ക് സകലത്തിനും വളരേണ്ട കൃപ നൽകണമേ. അവൻ മൂലമായ അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവ് അങ്ങേക്ക് സകലവുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം ശരിക്കപ്പെടണമേ. നിന്റെ സുഖ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ രക്ഷകർത്താവസ്ഥകളോട് ഇരിക്കണമേ. രാജ്യശക്തി മഹത്വം നീക്കുമാവുന്നു. വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുന്ന നമ്മെ തന്നെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ദൈവസന്നിധിയിൽ വെച്ചു പറയാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ ഫലമായ കണ്ണുകളില്ലാതെ ഞങ്ങൾ നിന്നെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മേശയിലേക്ക് വരുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങൾ നിന്റെ മേശയിൽ നിന്ന് പൂർണ്ണവരല്ല. എന്നാൽ എപ്പോഴും തന്നെയാണ് സ്വകർത്താവ് തന്നെയാകുന്നു. അതിൻ്റെ കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പാക്കളും നിന്റെ സ്ഥിരനായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ രക്തപ്പെടാനും ഞങ്ങൾ എപ്പോഴും വസിപ്പാനും തക്കവണ്ണം ഞങ്ങൾ അവസ്ഥ ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യണത് ഞങ്ങൾക്ക് കൃപ തരണമേ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലോ.
അപ്പമാവുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം സത്യാമന്ദിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസത്തോടെ വിശുദ്ധ മേശങ്കിലേക്ക് കടന്നു വരാം.
ശരീരം, ജീവനൊപ്പം നിർത്താൻ യേശുക്രിസ്തുവിന്റെ 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 ശരീരം. സത്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം നിലനിൽക്കുമാറാകട്ടെ. ജീവനൊപ്പം നിർത്താൻ യേശുക്രിസ്തുവിന്റെ ശരീരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സാക്രമെന്ത് വിശ്വാസാൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നിന്റെ മനസ്സിലെ കർത്താവുമായ യേശുമശിഹായ ഞങ്ങൾ നിന്റെ മക്കളായി നീ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവന് മഹാവിലേറിയ ശരീരമാകുന്ന ആത്മീയാഹാരമുണ്ട്. നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാമോചനത്തിന് കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. നിലവില്ലാത്ത മരണക്കായി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ ശരീരാത്മാക്കളും ജീവനശുദ്ധ യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. അതാവുന്നവരെ ഞങ്ങളുടെ ഏറ്റവും ഉചിതമായ ആരാധന ഞങ്ങൾ ഈ ലോകത്തിന് നിരവരാകാതെ നല്ലത് പൂർണ്ണമായ ദൈവം തിരഞ്ഞെടുന്നതിന് മനസ്സുദ്ധി രൂപാന്തരപ്പെടുന്നത് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ഒടുവിൽ എന്റെ സ്വർഗരാജ്യത്തിൽ എന്റെ സർവശക്തമായിട്ട് സന്തോഷിക്കേണ്ടതിന് കൃപ നൽകണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോട് പരിശുദ്ധാത്മാവിനും കൂടെ എന്നേക്ക് ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. Amen.
സമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിമിതങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മൾ കൺസെഷൻ പ്രയറിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്ന് കൺസെഷൻ പ്രയർ ലീഡ് ചെയ്യുന്നത് സ്നേഹ സാറ പോലീസ്. സ്നേഹയ്ക്ക് മുന്നോട്ട് കടന്നു വരാം. കരുതുന്ന ഞാൻ പാട്ട്. കരുതുന്നവൻ Honored Father, we thank you for your unending grace that has brought us each and every one together here together in this holy temple to praise and glorify your marvelous love. Thank you, Lord, for keeping us safe the past week and holding us firmly apart as days are going by, new variants and its effects are increasing over us. May it never harm us, O Lord.
May our faith in you be constant and firm, and may no worldly pleasures influence us wrongly over Jesus Christ. Come, by holy grace and love, the church construction is going on peacefully. We request your holy care and protection on each and every person who is behind this project. We pray for Arjun and his family, whose leadership has brought this progress. May God bless and keep him safe from all the dangers. May God bless the committee members and the building committee members for their devotion towards this work. May God bless them abundantly and strengthen their souls. Appa, we pray for the construction group and its employees. Give them the strength to work and keep them and their families safely under your holy wings. We pray for the people around that area. Lord, we pray for each and every member of the parish. Strengthen each and every soul to be united in the name of the Lord Jesus and complete this project and worship, glorify, and praise you in that new holy temple, unitedly and joyfully. Encourage us and strengthen every member to offer this promise among the Lord Jesus Christ. May there be no financial troubles and may glorious hands be extended on every person of our parish. Bless us and use us for your holy purpose. We submit our prayers and requests unto you. Please accept us, O Lord Jesus Christ. In the name of Jesus, we do honestly pray. Amen. Kirtan 180 in number 190. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.